ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. പാഞ്ഞു പോകുന്ന മാരുതി കാറിൻ്റെ ഉള്ളിലെ ഫീച്ചറുകൾ എങ്ങനെ തിരിച്ചറിയാം? ഒരു വേരിയൻറ്റ് പഠന സഹായി. എൻ്റെ പക്കലുള്ളത് ഒരു മാരുതി സ്വിഫ്റ്റ് കാറാണ്. ഇതിൽ ഞാൻ അമ്മയോടൊപ്പം പോകുമ്പോൾ മുൻപിൽ ഏതെങ്കിലും സ്വിഫ്റ്റ് കാർ പോയാൽ അമ്മ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: മോനെ, ഇത് നമ്മുടെ വണ്ടി പോലുള്ള വണ്ടിയല്ലേ? പലപ്പോഴും സംശയിക്കുന്ന വണ്ടി സ്വിഫ്റ്റ് തന്നെയാണെങ്കിലും അവ മറ്റേതെങ്കിലും വേരിയൻറ്റുകളോ അമ്മ അത് ഡീസൽ വണ്ടിയാണ്, അല്ലെങ്കിൽ അതൊരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, നമ്മുടെ വണ്ടി പെട്രോൾ മോഡലല്ലേ എന്ന് പറയുമ്പോൾ അമ്മ എന്നെ വളരെ അത്ഭുതത്തോട് നോക്കി ചോദിക്കും: ഇവിടെ ഇരുന്ന് ആ കാറിൻ്റെ കാര്യം നിനക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നു? ജാട ഇറക്കാൻ കിട്ടിയ അവസരം കളയാതെ മായാവി സിനിമയിലെ കണ്ണൻ സ്രാങ്ങിനെ മനസ്സിൽ വിചാരിച്ച് ഇതൊക്കെ എന്ത് എന്ന് തള്ളും. പക്ഷേ അധികം വൈകാതെ തന്നെ ചേട്ടൻ ഇതിൻ്റെ പിന്നിലെ രഹസ്യം അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഒരു സമയം വരെ എനിക്കും മാലൂം നഹി ആയിരുന്നു ഇതൊക്കെ. ഞാൻ എന്തിനെല്ലാം ഇവിടെ പറയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിക്കാണും. കാറുടമകൾക്ക് ഏതാണ്ട് 60% വരെ വരുന്ന ആളുകൾക്ക് കാറുകൾ തമ്മിലുള്ള തരംതിരിവ് അറിയാവുന്നതാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ബാക്കി വരുന്ന 40% വേണ്ടിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. മാരുതി സ്വിഫ്റ്റ് കാർ തന്നെ ഉദാഹരണമായി എടുക്കാം. ചില കാറുകളിൽ LX, LXI, LDI, ZDI, ZXI എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവയെല്ലാം ഒരേ കമ്പനിയിലെ ഒരേ മോഡൽ തന്നെയാണ്. ചില ആക്സസറീസുകൾ കൂട്ടിയും കുറച്ചും കസ്റ്റമേഴ്സിന് വേണ്ട രീതിയിൽ പല വേരിയൻറ്റുകളായി നിർമ്മിക്കുകയാണെന്ന് മാത്രം. ഇതിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഫീച്ചറുകളാണ് വേണ്ടത് ഈ വേരിയൻറ്റുകൾ നോക്കി നമുക്ക് തീരുമാനിക്കാം. ഉദാഹരണത്തിന് ലക്ഷറി ഫീച്ചറുകളായിട്ടുള്ള നമ്മുടെ പവർ സ്റ്റിയറിംഗ്, എയർ കണ്ടീഷൻ, അലോയ് വീൽ, പവർ വിൻഡോ തുടങ്ങിയുള്ള സേഫ്റ്റി ഫീച്ചറുകളായിട്ടുള്ള എയർ ബാഗ്, ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, അതുപോലെ സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയവയും ഉൾച്ചേർത്തും അല്ലാതെയും തരംതിരിവ് നടത്തിയിരിക്കുന്നതായി കാണാം. ഈ തരംതിരിവുകളുടെ പ്രധാന ഗുണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യമനുസരിച്ച് വാഹനം നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നതാണ്. ഇനി നമുക്ക് LXI എന്ന വേരിയൻറ്റിലേക്ക് വരാം. ഇവിടെ സേഫ്റ്റി ഫീച്ചറുകളായ ABS, എയർ ബാഗ് എന്നിവ ഉണ്ടായിരിക്കുകയില്ല. പകരം സാധാരണ ഹൈഡ്രോളിക് ബ്രേക്കുകളായിരിക്കും നിർമ്മാതാക്കൾ ലഭ്യമാക്കിയിരിക്കുന്നത്. LXI എന്ന വേരിയൻറ്റിന് മുന്നിലെ 2 ഡോറുകൾ മാത്രമായിരിക്കും പവർ വിൻഡോ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ മ്യൂസിക് സിസ്റ്റം കമ്പനി നൽകുന്നില്ല. നമുക്ക് ആവശ്യമെങ്കിൽ പുറത്തുനിന്ന് അത് വാങ്ങി നമുക്ക് ഘടിപ്പിക്കാവുന്നതാണ്. ഇനി VXIയിലേക്ക് വരികയാണെങ്കിൽ 4 പവർ വിൻഡോകൾ, ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം എന്നിവ ഉൾപ്പെടുത്തിയായിരിക്കും നിർമ്മിച്ചിട്ടുള്ളത്. LXIയുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രകടമായ പല മാറ്റങ്ങളും VXIയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ZXIയിലേക്ക് പോകാം. മുൻ വേരിയൻറ്റുകളുടെ എല്ലാ സൗകര്യങ്ങളോടും കൂടി നിർമ്മിച്ചതാണ് ZXI. ABS മുതൽ അലോയ് വീല് വരെ ഈ വേരിയൻറ്റിൽ കാണും. എളുപ്പത്തിൽ ഇവ നോക്കുകയാണെങ്കിൽ LX എന്ന് പറയുമ്പോൾ ബേസ് വേർഷനാണ് വരുന്നത്. LXI എന്ന് പറയുമ്പോൾ ബേസ് വേർഷൻ പ്ലസ് പവർ സ്റ്റിയറിംഗ്. അതായത് I എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് പവർ സ്റ്റിയറിങ്ങിനെയാണ്. അതുകൊണ്ടാണ് ഈ LXI എന്ന് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ VXI ബേസ് വേർഷൻ പ്ലസ് പവർ സ്റ്റിയറിംഗ് പ്ലസ് സെൻട്രൽ ലോക്കിംഗ് പ്ലസ് പവർ വിൻഡോ പ്ലസ് മ്യൂസിക് സിസ്റ്റം. ZXIയിലേക്ക് വരുവാണെങ്കിൽ VXI ഓപ്ഷൻസ് പ്ലസ് ABS പ്ലസ് എയർ ബാഗ്സ് പ്ലസ് അലോയ് വീൽസ്. LXI, VXI, ZXI എന്നിവ പെട്രോൾ വേരിയൻറ്റുകളെയും LDI, VDI, ZDI എന്നിവ ഡീസൽ വേരിയൻറ്റുകളെയും സൂചിപ്പിക്കുന്നു. ഒന്നുകിൽ വാഹനങ്ങൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് റോഡിലൊരു വാഹനം കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്